ജംഗിൾ സഫാരിയും കഴിഞ്ഞ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മധ്യപ്രദേശിലെ പരിപാടിയിൽ താമസിച്ചെത്തിയതിൽ കടുത്ത ശിക്ഷാ നടപടി നൽകി കോൺഗ്രസ് പാർട്ടി. പാർട്ടിയിൽ പങ്കെടുക്കണമെങ്കിൽ താങ്കൾ 10 പുഷപ്പ് എടുക്കണമെന്നും അതിനുശേഷം മതിയാകും ആ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതെന്നും പാർട്ടി ഘടകം വ്യക്തമാക്കുകയാണ് ഉണ്ടായത്. ഇതോടുകൂടി തന്നെ രാഹുൽ ഗാന്ധിക്ക് പുഷപ്പ് ചലഞ്ചിന്റെ ഭാഗമാകേണ്ടി വരികയാണ് ഉണ്ടായത്. അദ്ദേഹത്തിനോടൊപ്പം തന്നെ വൈകിയെത്തിയ ജില്ലാ അധ്യക്ഷന്മാരെയും പുഷപ്പ് ചലഞ്ചിന്റെ ഭാഗമാക്കി. മധ്യപ്രദേശിലെ സംഘടനാ സംവിധാനത്തെ പുനരുജ്ജീവിപ്പിക്കുന്ന അതിന്റെ ഭാഗമായി തന്നെ അവിടെ നടത്തിയ പരിശീലന പരിപാടിയായ സംഘടിത സൃഷ്ടി അഭിയാൻ എന്ന പരിപാടിക്കിടയിലാണ് സംഭവം നടന്നത്. രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഊരു ചുറ്റുന്നതിൽ പരിഹസിച്ചുകൊണ്ട് ഇന്ന് രാവിലെയായിരുന്നു BJP രംഗത്ത് വന്നത്. മാത്രമല്ല, ബീഹാർ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും തോറ്റു തുന്നം പാടുമെന്ന വിലയിരുത്തലടക്കം പുറത്തു വന്നിരുന്നു. അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ സ്വന്തം നേതൃത്വം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ശിക്ഷാ നടപടിയുമായി രംഗത്ത് വരുന്നത്. മധ്യപ്രദേശിൽ പാർട്ടി പരിപാടിക്ക് വൈകിയെത്തിയ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ ഒരു ശിക്ഷാ നടപടി നൽകിയാണ് പാർട്ടി ഘടകം സ്വീകരിച്ചത്. 10 പുഷപ്പാണ് അദ്ദേഹത്തോട് എടുക്കാൻ പറഞ്ഞത്. മാത്രമല്ല, അദ്ദേഹത്തിനോടൊപ്പം തന്നെ വൈകിയെത്തിയ ജില്ലാ അധ്യക്ഷന്മാർക്കും ഈ ഒരു ശിക്ഷയുടെ ഭാഗമാകേണ്ടി അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ചിന്റെ ഭാഗമാകേണ്ടി വരികയാണ് ഉണ്ടായതും. അതേപോലെ തന്നെ ബീഹാറിലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പാർട്ടി പരിപാടിക്ക് എത്തിയത്. സെഷനിലെത്തുന്നതിന് രാഹുൽ ഗാന്ധി വൈകി എത്തുകയാണ് ഉണ്ടായത്. വൈകി വരുന്നവർക്ക് ശിക്ഷാ നടപടി ഉണ്ടെന്ന് പരിശീലനത്തിന്റെ ചുമതലക്കാരനായ സച്ചിൻ റാവു എന്ന വ്യക്തി രാഹുൽ ഗാന്ധിയോട് പറയുകയാണ് ചെയ്തത്. ഇതോടെ തന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച രാഹുൽ ഗാന്ധി ആകട്ടെ സച്ചിൻ റാവുവിന്റെ നിർദ്ദേശപ്രകാരം 10 പുഷപ്പ് എടുക്കുകയാണ് ഉണ്ടായത്. രാഹുൽ ഗാന്ധിയുടെ സ്ഥിരം വേഷമായ വെള്ള ടീഷർട്ടും പാൻസുമായിരുന്നു ധരിച്ചിരുന്നത്. രാഹുലിനോടൊപ്പം തന്നെ വൈകിയെത്തിയ ജില്ലാ അധ്യക്ഷന്മാരും ഈ ഒരു പുഷപ്പിന്റെ ഭാഗമാവുകയും ചെയ്തു. പരിശീലന ചടങ്ങിൽ BJPയെയും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ലക്ഷ്യം വെച്ചുകൊണ്ട് വോട്ട് ചോരി ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. മധ്യപ്രദേശ് തിരഞ്ഞെടുപ്പിലും സമാനമായ ക്രമക്കേടുകൾ നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധി വീണ്ടും അവകാശപ്പെട്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഹരിയാനയിലെ വോട്ടുകൾ അത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ 25 ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു. ഓരോ 8 വോട്ടിലും ഒരെണ്ണം എന്ന നിലയിൽ തന്നെ ഇതോടെ അത് അവരുടെ ഒരു രീതിയാക്കി മാറ്റുന്നു. വോട്ട് മോഷണമാണ് പ്രധാന പ്രശ്നമെന്നും ഞങ്ങളുടെ പക്കൽ തെളിവുകൾ ഉണ്ടെന്നും അത് ഓരോന്നായി തന്നെ പുറത്തുവിടും എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ആ വേദിയിൽ വെച്ച് സംസാരിക്കവേ പറഞ്ഞിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.